Let me tell you about the long vacations I spent at my grandmother's place. My grandmother was my favorite human being, and my great grandmother lived too. We lived in a house that is called Nalapat House. ഇന്നോ വായിച്ചു മറന്ന, അല്ല, ഓർമ്മയിൽ ഇന്നും ഉള്ള വരികളിലെ ഇലഞ്ഞിയും നീർമാതളവും കുളവും സർപ്പക്കാവും എല്ലാം ഇന്ന് എൻ്റെ കൺമുന്നിലുണ്ട്. ഈ നിമിഷത്തിൽ എനിക്കുണ്ടായ സന്തോഷത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുണ്ട്. കുഞ്ഞുനാളിൽ നെയ്പ്പായസം എന്ന കഥ വായിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല കാലങ്ങൾക്കിപ്പുറം ഇങ്ങനെയൊരു ദിവസം എനിക്ക് കിട്ടുമെന്ന്. ഇതുവഴിയുള്ള യാത്ര എന്നിലെ ആരാധികയ്ക്ക് അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം, അത് നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. എൻ്റെ കഥയെ ഓർമ്മപ്പെടുത്തുന്ന ഓരോ മുക്കുമൂലയും ഞാനവിടെ കണ്ടു. അവിടെ ആസ്വദിക്കുക എന്നതിനപ്പുറം ഞാനൊരു സ്വപ്നലോകത്തെത്തിപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഒരുപാട് നാളുകൊണ്ടേ കാത്തിരുന്നൊരു സ്ഥലത്തെത്തിയതിൻ്റെ അനുഭവവുമായിരിക്കാം. വലിയ രീതിയിലുള്ള ഗവേഷണങ്ങളൊന്നും നടത്തിയിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ നിലയിലെത്തുമ്പോൾ അവിടെ നിറയെ ചിത്രങ്ങളാണ്, ഒരുപാട് ചിത്രങ്ങൾ. നീണ്ട 75 വർഷ കാലഘട്ടത്തിലെ കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം അവിടെ കാണാൻ പറ്റും. ഇന്നീ ഭൂമിയിലില്ലാത്തൊരാൾ, ഞാൻ ഒരുപാട് ആരാധിക്കുന്നൊരു വ്യക്തി, എനിക്ക് ചുറ്റും കാണപ്പെടുന്ന ഈ വസ്തുക്കളിലൂടെയൊക്കെ ഒരിക്കൽ ജീവിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നിരുന്നു. കേടുപാടുകളൊന്നും കൂടാതെ സൂക്ഷിച്ചു വയ്ക്കുന്ന വലിയൊരു കാലഘട്ടത്തെയാണ് ഞാൻ ഈ മുറിക്കുള്ളിൽ കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരവസ്ഥയായിരുന്നു. സന്തോഷം ചിലപ്പോൾ എൻ്റെ നീണ്ട ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ഒന്നിനൊരു ടിക്ക് വീണതിൻ്റെ ആയിരിക്കാം. സങ്കടം ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളെ ഒന്നെനിക്ക് നേരിൽ കാണാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാമെന്നല്ല, അത് തന്നെയാണ്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന പേനയും കിടക്കയും ചാരുകസേരയും എല്ലാം മാധവിക്കുട്ടിയുടെ പ്രണയവും വിരഹവും ഒറ്റപ്പെടലും എല്ലാം അറിഞ്ഞവയായിരിക്കാം. മാധവിക്കുട്ടി അതൊരു വിപ്ലവമായിരുന്നു. ചോദ്യം ചെയ്യലിൻ്റെയും തുറന്നു പറച്ചിലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സമൂഹത്തിൻ്റെ വിലക്കുകളെ ഭയപ്പെടാതിരുന്നൊരു സ്ത്രീ. പറയുമ്പോൾ തന്നെ എന്ത് രസമാണല്ലേ. ഇന്നും അവരുണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. മലയാള സാഹിത്യത്തിലെ ധീരയായ എഴുത്തുകാരി 2009 ഈ ലോകത്തോട് വിട പറയുമ്പോഴും ബാക്കി വെച്ചത് പഴകും തോറും വീര്യം കൂടി വരുന്ന അവരുടെ എഴുത്തുകളാണ്. കമലാദാസ് മാധവിക്കുട്ടിയായതും കമല സുരയ്യയായതും കണ്ട ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനും. മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ മലയാളിക്ക് കിട്ടിയ എഴുത്തുകാരിയുടെ വാക്കുകൾ വെറും അക്ഷരങ്ങളായിരുന്നില്ല, ഓരോ മനുഷ്യൻ്റെയും ഉള്ളു വരച്ചിട്ട ചിത്രങ്ങളായിരുന്നു. ഒരു വലിയ കാലഘട്ടത്തെ അതിജീവിച്ച അക്ഷരങ്ങൾ കൊണ്ട് പോരാടിയ സ്ത്രീ. ഇന്നും ആ വലിയ വട്ടപ്പൊട്ടിനും അഴിച്ചിട്ട ചുരുണ്ട നീണ്ട മുടിക്കും ആരാധികമാർ ഏറെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ 100 ചോദ്യങ്ങളാണ്. നീർമാതളവും ഇലഞ്ഞിയും ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുണ്ടാവുമോ? അവർ അവരുടെ കളിക്കൂട്ടുകാരിയെ എങ്ങനെ മറക്കാനാണ്? ഈ വർഷങ്ങൾക്കിപ്പുറവും ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ വരുന്നത് ഇവരെ കൂടി കാണാനല്ലേ. അതിൻ്റെ കാരണക്കാരിയെ അവരെങ്ങനെ മറക്കാനാ? നീർമാതളത്തിൻ്റെ സുഗന്ധവും നെയ്പായസത്തിൻ്റെ മധുരവുമുള്ള ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഓർമ്മകൾ കൊണ്ടുപോവുകയാണ്, സൂക്ഷിച്ചു വയ്ക്കാൻ.